ഹായ് എവരി വൺ, ഹൗ ആർ യു ഓൾ ഡൂയിങ്? വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ വിശേഷം? എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ ഒരു 563 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കേട്ടോ. അതിൽ കുറച്ച് പേരൊക്കെ എൻ്റെ ഫ്രണ്ട്സും എന്നെ അറിയാവുന്നവരൊക്കെ ആയിരിക്കും എന്ന് എനിക്കറിയാം. അതിൽ കുറച്ച് പേരെങ്കിലും, കുറച്ച് പേരെന്നല്ല, കുറച്ചധികം പേര് ചിലപ്പോൾ എന്നെ ഒട്ടും അറിയാത്തവരായിരിക്കും. അങ്ങനെയുള്ളവർക്കുണ്ടെങ്കിൽ ഞാൻ എന്നെക്കുറിച്ചൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറയാം. എൻ്റെ പേര് ജയ. ഞാനിപ്പോൾ ഉള്ളത് അമേരിക്കയിലെ പെൻസിൽവേനിയ സ്റ്റേറ്റിലാണ്. ഞാനും എൻ്റെ ഹസ്ബൻഡും ഞങ്ങളുടെ 6 വയസ്സുള്ള മോനും കൂടെ കഴിഞ്ഞൊരു 3 വർഷം 8 മാസമായിട്ട് നമ്മൾ ഇവിടെ അമേരിക്ക ഉണ്ട് കേട്ടോ. ആദ്യമേ ഞങ്ങൾ ക്ലീവ്ലൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു 1.5 വർഷം. അത് കഴിഞ്ഞിപ്പം ബാക്കി ഒരു 2 വർഷത്തിന് മുകളിലായിട്ട് ഞങ്ങളിപ്പോൾ പെൻസിൽവേനിയയിലാണ്. ഞാനിവിടെ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ സയൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്. ദാറ്റ്സ് ഓൾ അബൌട്ട് മീ. അപ്പോൾ എൻ്റെ ഈ ചാനലിൽ ഞാൻ പല ടൈപ്പ് ഓഫ് വീഡിയോസ് ഇടാറുണ്ട്. ട്രാവൽ വ്ളോഗ്സ് ഇടാറുണ്ട്, പിന്നെ ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ഇടാറുണ്ട്. പിന്നെ വല്ലപ്പോഴും ഇങ്ങനെ സംസാരിക്കുന്ന വീഡിയോസൊക്കെ ഇടാറുണ്ട് കേട്ടോ. അതിൽ ഞാനിങ്ങനെ സംസാരിക്കുന്ന വീഡിയോസിനാണ് കുറച്ചെങ്കിലും തമ്മിൽ ഭേദപ്പെട്ട വ്യൂസ് കിട്ടാറെന്ന് എനിക്ക് തോന്നും, അറിയത്തില്ല. പക്ഷേ എനിക്ക് ഇങ്ങനെ സംസാരിക്കുന്ന വീഡിയോസിനെക്കാളും മറ്റേ നമ്മുടെ ട്രാവൽ വ്ളോഗ്സും അല്ലാതെ ഇങ്ങനെ ഒരു ഡേ ടു ഡേ ആക്ടിവിറ്റീസ് കാണിക്കുന്ന വീഡിയോസ് എടുക്കാനാണ് ഇഷ്ടം. കാരണം അങ്ങനെയുള്ള വീഡിയോസ് എടുക്കുമ്പം ഞാൻ എന്തോ കുറച്ചൊരു എഫേർട്ട് അതിനെടുത്ത പോലെ എനിക്ക് തോന്നും. കാരണം അങ്ങനെ വീഡിയോ എടുത്തിട്ട് അത് എഡിറ്റ് ചെയ്യാനൊക്കെ കുറച്ച് സമയം വേണമല്ലോ. ഇങ്ങനെ സംസാരിക്കുന്ന വീഡിയോസ് ഭയങ്കര ഈസിയാണ്. നമ്മളിരുന്ന് സംസാരിക്കുക, അതുപോലെ അപ്ലോഡ് ചെയ്യുക. പ്രത്യേകിച്ച് എഡിറ്റിങ്ങിൻ്റെ ആവശ്യമില്ല. വീഡിയോ എടുക്കാനായിട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ബട്ട് ഞാൻ ഓർത്തു ഇനി കുറച്ച് നാൾ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഞാൻ എന്തെങ്കിലും സംസാരിക്കുന്ന ഒരു വീഡിയോ ഒക്കെ ഇടാം. ഭയങ്കര ആധികാരികമായിട്ട് എന്തിനെങ്കിലും കുറിച്ച് സംസാരിക്കാനും മാത്രമുള്ള വിവരമൊന്നും എനിക്കില്ല. ബട്ട് എൻ്റെ ഓരോ കുട്ടി കുട്ടി എക്സ്പീരിയൻസും എൻ്റെ ഓരോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇടാം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ട പോലെ തന്നെ വൈ ഐ മൂവ് ടു USA എന്ന ഒരു ടൈറ്റിലാണ് കേട്ടോ. അപ്പം വൈ ഐ മൂവ് ടു USA എന്ന് ചോദിച്ചാൽ, ഞാൻ ഇങ്ങനെ അമേരിക്കയിലോട്ട് വന്ന് ഇവിടെ സെറ്റിൽ ആവുമെന്ന് ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുള്ള കാര്യമല്ല. വല്ലപ്പോഴും ഞാനിങ്ങനെ ഇതുവഴി ഇങ്ങനെ ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ ആലോചിക്കണം, ഞാൻ എങ്ങനെ ഇവിടെ വന്ന് പെട്ടു എന്ന് ഞാൻ ചിലപ്പം ചിന്തിക്കാറുണ്ട് കേട്ടോ. കാരണം ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ബാക്ക് ഇൻ മൈ കോളേജ് ലൈഫ്, ഇപ്പോഴല്ല, ഒരു കുറേ വർഷങ്ങൾക്ക് മുന്നേ, ഒരു 15 വർഷത്തിന് മുന്നേ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ എൻ്റെ ക്ലാസ്സിൽ 1-2 പേരൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ IELTS GRE കോച്ചിങ്ങിനൊക്കെ പോകുന്നത്. GRE കോച്ചിങ് എന്ന് പറയുമ്പം ഞാൻ ചോദിക്കുമ്പോൾ അവർ പറയും US പോയി പഠിക്കാനായിട്ടുള്ളതാണെന്നൊക്കെ പറയും. ഓക്കെ, ഞാൻ കേട്ടിട്ട് ഞാൻ പോകുന്നല്ലാണ്ട് എനിക്കും GRE കോച്ചിങ്ങിന് പോകണം, എനിക്ക് US പോയി പഠിക്കണമെന്ന് ഒരു ചിന്തയെ എൻ്റെ മനസ്സിൽ കൂടെ പോയിട്ടില്ല. പണ്ടത്തെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇന്നിപ്പം ഇറ്റ്സ് വെരി കോമൺ. എനിക്ക് തോന്നുന്നു ഒരു ക്ലാസ്സിലൊരു 50% പിള്ളേരും ചിലപ്പം +2 അല്ല കോളേജൊക്കെ കഴിഞ്ഞിട്ട് കാനഡയിലോ US അല്ലെങ്കിൽ ഏതെങ്കിലും യൂറോപ്യൻ കൺട്രീസിലോ ഒക്കെ പോകണം എന്നുള്ള നല്ല ഡിറ്റർമിനേഷൻ ഉള്ളവരായിരിക്കും. പക്ഷേ എൻ്റെ കേസിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല കേട്ടോ. പിന്നെ ഈ രാജ്യങ്ങളൊക്കെ ലൈഫിൽ എന്തെങ്കിലും ഒരിക്കൽ കാണണം എന്നല്ലാണ്ട് ഇവിടെ പോയി താമസിക്കണം, ഇവിടെ ജോലി ചെയ്യണമെന്നൊന്നും എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. അപ്പോൾ എനിവേ, ഞാൻ എൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ BPharm ആണ്. BPharm കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ PG MPharm ഇൻ ഫാർമക്കോളജി ചെയ്തു. അപ്പോൾ എൻ്റെ കരിയർ ജേർണിയുടെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണണം താല്പര്യം ഉണ്ടെങ്കിൽ ഐ വിൽ ഷെയർ ദ ലിങ്ക്. അപ്പം MPharm കഴിഞ്ഞിട്ട് ഞാനൊരു 10-11 മാസത്തോളം ഞാനൊരു ഡെൻ്റൽ കോളേജിൽ ലെക്ചറായിട്ട് വർക്ക് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും എന്താ സംഭവിച്ചത്, ഒരു ചെറിയൊരു 8-10 മാസം എനിക്ക് ജോലി ചെയ്യാൻ പറ്റിയില്ല. വേറൊരു സ്ഥലത്തായത് കാരണം അവിടെ ജോലിക്കുള്ള സാധ്യതയൊന്നും ഇല്ലാത്ത കാരണം എനിക്ക് ജോലി ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ജോലി കിട്ടിയതിനൊപ്പം തന്നെ എനിക്ക് PhDക്കും അഡ്മിഷൻ കിട്ടി. PhDക്ക് അഡ്മിഷൻ കിട്ടിയത് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ഇൻ ട്രിവാൻഡ്രത്താണ്. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു, ജോലിക്ക് പോകണോ PhDക്ക് പോകണോ എന്നുള്ളത്. അപ്പോൾ മെജോറിറ്റി ഓഫ് ദ ഒപ്പീനിയൻ വന്നത് PhD പോവുക എന്നുള്ളതാണ്. PhD എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എൻ എക്സ്ട്രാ ക്വാളിഫിക്കേഷൻ. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഒരു PhD ഒരു എക്സ്ട്രാ ക്വാളിഫിക്കേഷൻ കിട്ടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ, ജോലി നിനക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാമല്ലോ എന്നൊക്കെയുള്ള കുറേ ഒപ്പീനിയൻസ് ഒക്കെയാണ് കിട്ടിയത്. പിന്നെ എനിക്കും PhD ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ PhDക്ക് ജോയിൻ ചെയ്തു. PhD ഫുൾ ടൈം PhD ആണ്. ഫുൾ ടൈം PhD ആയിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും, ഇറ്റ്സ് നോട്ട് എൻ ഈസി തിങ്. ഞാൻ PhD അടിപൊളിയായിട്ട് നല്ല ഹാപ്പി ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു വന്നു എന്ന് പറയുന്ന ആരും ഈ ലോകത്തുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരുടെയും PhD ഈസ് എ ജേർണി. നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളും ബോത്ത് ഗുഡ് ആൻഡ് ബാഡ് എക്സ്പീരിയൻസ് കാണും. അങ്ങനെ
ബോത്ത് ഗുഡ് ആൻഡ് ബാഡ് എക്സ്പീരിയൻസോട് കൂടെ തന്നെ ഞാനൊരു 4-4.5 വർഷം കൊണ്ട് എൻ്റെ PhD അവസാനിച്ചു. അപ്പോൾ PhD ചെയ്യുമ്പോഴൊക്കെ ഉള്ള എൻ്റെ ഒരു പ്രതീക്ഷ എന്താണ്, ഈ കഷ്ടപ്പാടുകൾക്കും അധ്വാനത്തിനും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എനിക്ക് എന്തെങ്കിലും ഒരു റിസൾട്ട് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഞാനും PhD ചെയ്യുന്നത്. അപ്പോൾ PhD കഴിഞ്ഞ് ഉടനെ തന്നെ എനിക്ക് ജോലിക്ക് ട്രൈ ചെയ്യാൻ പറ്റിയില്ല. കാരണം ആ സമയത്ത് ഞാൻ എൻ്റെ ഐ ഹാഡ് മൈ ഡെലിവറി, എൻ്റെ മോനുണ്ടായി. അപ്പോൾ അവൻ്റെ കൂടെ എനിക്കൊരു ഒരു വർഷത്തിന് മുകളിൽ 1.5 വർഷം ഞാനൊരു ഇൻറ്റൻഷണൽ ബ്രേക്ക് എടുത്ത് ഞാൻ അവൻ്റെ കൂടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ജോലിക്ക് ട്രൈ ചെയ്തു കേട്ടോ. ജോലിക്ക് ട്രൈ ചെയ്യുമ്പോഴും എനിക്ക് ഔട്ട്സൈഡ് ഇന്ത്യ അല്ലെ ഔട്ട്സൈഡ് കേരള തന്നെ പോകണം എന്നുള്ളൊരു ചിന്തയില്ല. അപ്പം ഞാൻ ട്രൈ ചെയ്യുന്ന മൊത്തം കേരളത്തിനകത്താണ്. കൊച്ചിയിലും ട്രിവാൻഡ്രത്തും ഓൾ ത്രൂ ഔട്ട് കേരള ഞാൻ ജോലിക്ക് ട്രൈ ചെയ്തു. അപ്പോഴാണ് ഐ അണ്ടർസ്റ്റുഡ് ദ റിയാലിറ്റി ദാറ്റ് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി ടു ഗെറ്റ് എ ജോബ്. ആ സമയത്ത് മിക്ക ഞാൻ ജോലിക്ക് ട്രൈ ചെയ്യുന്ന സ്ഥലത്തുനിന്നും എനിക്ക് വന്ന ഒരു ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചാൽ യു ആർ ഓവർ ക്വാളിഫൈഡ് ആണ് എന്ന് പറഞ്ഞിട്ട് മിക്കവരും എന്നെ ജോലിക്ക് ഇൻ്റർവ്യൂവിനൊന്നും വിളിക്കത്തില്ലായിരുന്നു. അഥവാ ഇനിയിപ്പം എനിക്ക് എന്തെങ്കിലും ഇൻ്റർവ്യൂ കോൾസോ അല്ല ഇൻ്റർവ്യൂ കിട്ടിക്കഴിഞ്ഞിട്ട് 2-3 ജോലിയൊക്കെ കിട്ടിയപ്പോൾ അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ദ സാലറി എനിക്ക് പറഞ്ഞത് ഐ ഫെൽറ്റ് സോ ബാഡ് അറ്റ് ദാറ്റ് ടൈം. ലൈക്ക് സാലറി വളരെ കുറവ്, വളരെ തുച്ഛമായ സാലറിയിലാണ് എനിക്ക് ജോലിയൊക്കെ കിട്ടുന്നത് കേട്ടോ. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ PhD ചെയ്തിരുന്ന ഒരു 4 വർഷം ഐ ഗോട്ട് സ്റ്റൈഫൻഡോടുകൂടി തന്നെയാണ് ഞാൻ PhD പഠിച്ചത്. അത്യാവശ്യം നല്ലൊരു എമൗണ്ട് സ്റ്റൈഫൻഡ് ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് PhD ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കിട്ടിയിരുന്ന സ്റ്റൈഫൻഡിനെക്കാളും വളരെ കുറഞ്ഞ ഒരു തുകയ്ക്കാണ് എനിക്ക് ജോലി ഓഫർ വന്നത്. അങ്ങനെ വന്നപ്പോഴത്തേനും ഐ ഫെൽ സോ ഡിപ്രസ്ഡ്. അപ്പം എനിക്കൊരു സമയത്ത് എന്തിനാണ് ഞാൻ PhD ഒക്കെ ചെയ്യാൻ പോയത്, ഇതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഒരേ സമയമാണ് ജോലിക്കും PhDക്കും ഉള്ള ഓഫർ വന്നത്. മര്യാദയ്ക്ക് ആ ജോലിക്ക് പോയിരുന്നെങ്കിൽ എനിക്കൊരു MPharm വിത്ത് 5 ഇയറിന് മുകളിലുള്ള എക്സ്പീരിയൻസ് കിട്ടേണ്ട സമയം കഴിഞ്ഞു. വല്ല കാര്യം ഉണ്ടായിരുന്നു PhDക്ക് പോകേണ്ടത്. ഐ ഷുഡ് നോട്ട് ഹാവ് ഗോൺ ഫോർ PhD എന്നുള്ള ഭയങ്കര ഒരു ഡിപ്രസീവ് തോട്ട്സ് ഒക്കെ എൻ്റെ മനസ്സിൽ കൂടെ വന്നു കേട്ടോ. കാരണം ഒരു വിധത്തിലും എനിക്കിവിടെ കേരളത്തിൽ ഞാൻ ജോലി കിട്ടുന്നില്ല. കേരളത്തിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. മേ ബി ഔട്ട്സൈഡ് കേരള ലൈക്ക് ബാംഗ്ലൂരോ ചെന്നൈയിലോ ബോംബെയിലോ ഒക്കെ പോയിരുന്നെങ്കിൽ ട്രൈ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ജോലി കിട്ടും. കാരണം അവിടെയൊക്കെ ഒത്തിരി മൾട്ടിനാഷണൽ ഇൻഡസ്ട്രീസ് ഒക്കെ ഉണ്ട്. അവിടെ എവിടെയെങ്കിലുമൊക്കെ എനിക്ക് ജോലി കിട്ടിയാണ്. പക്ഷെ അങ്ങനെ പോകാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. കാരണം എൻ്റെ ഹസ്ബൻഡിന് ജോലി കേരളത്തിലാണ്. അപ്പം ഞാൻ വേറൊരു സ്ഥലത്ത് നമ്മളിങ്ങനെ മാറി മാറി നിൽക്കേണ്ടി വരും. അങ്ങനെ നിൽക്കുന്നതിനോട് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പം ആ ഒരു സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന PhDയിലെ എൻ്റെ PhD ബാച്ച്മേറ്റ്സിൽ ഒരു 95% ആൾക്കാരും ദേ വെൻ ഫോർ പോസ്റ്റ് ഇൻ USA പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ പോസ്റ്റ് പോകുമ്പം എൻ്റെ ഹസ്ബൻഡ് എന്നോട് ചോദിക്കും, നീയും പോസ്റ്റ് എന്നിട്ട് എന്നെ ഒന്ന് അമേരിക്ക കാണിച്ചാ, എനിക്ക് അമേരിക്കയൊക്കെ കാണാമല്ലോ എന്നൊക്കെ പറയുമ്പോഴും ഞാനത് വലിയ മുഖം വരയ്ക്ക് എടുത്തിട്ടില്ല. കാരണം എനിക്ക് ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ഔട്ട്സൈഡ് കേരള. എനിക്ക് കേരളത്തിൽ തന്നെ നിൽക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ എന്താ പറയുന്ന, ഇങ്ങനെ അവസാനം ഒരു നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഞാൻ ഓർത്തു, ഓക്കെ, എനിക്കൊരു ചെറിയൊരു ഡിപ്രഷൻ അല്ല, ഭയങ്കര ഒരു നിരാശയൊക്കെ തോന്നി തുടങ്ങി. ലൈക്ക് എന്തിനാണ് ഇത്രയും പഠിച്ചതെന്നുള്ള ഒരു ചിന്ത. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഞാനൊരു 5-6 മാസം ജോലിക്ക് ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ എനിക്ക് ട്രൈ ചെയ്യേണ്ടി വന്നില്ല. കാരണം കൊറോണ വന്നു, മൊത്തം ഷട്ട് ഡൗൺ ആയി, ജോലിക്കൊന്നും ആരും എടുക്കാത്തൊരു സിറ്റുവേഷനായി. പിന്നെ ഒരു 5-6 മാസം ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വന്നു കേട്ടോ. പിന്നെ ഞാൻ ഓർത്തു, ഓക്കെ, ഇനിയിപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല, ഐ ഹാവ് ടു ഡു സംതിങ്. അങ്ങനെയാണ് ഞാൻ പോസ്റ്റ് ട്രൈ ചെയ്യുന്നതും ഞാനിവിടെ പോസ്റ്റ് US വരുന്നതും. അപ്പം അതാണ് കേട്ടോ വൈ ഐ റീച്ച് ടു USA എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം. അപ്പം പലരെയും പോലെ ഭയങ്കര ഡിറ്റർമിൻഡ് ആയിട്ട് കുഞ്ഞിലേ തൊട്ട് എനിക്ക് US പോകണം, ആ ഒരു ഡിറ്റർമിനേഷനോടുകൂടി വഴി തെരഞ്ഞെടുത്ത് വന്ന ആളൊന്നുമല്ല ഞാൻ. വേറൊരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വന്നതാണെന്ന് വേണേൽ പറയാം. Now, as I reached in USA, do I want to continue here എന്ന് ചോദിച്ചാൽ അതൊരു ഇച്ചിരി ട്രബിൾ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പം എനിക്ക് മനസ്സിലായിടത്തോളം ഞാനിവിടെ ഒത്തിരി പേരോട് സംസാരിച്ചതും എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങോട്ട് വരുന്നതിൽ ദർ ഈസ് ലൈക്ക് 2 കാറ്റഗറി ഓഫ് പീപ്പിൾ. ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേനും ചില ആൾക്കാർ എങ്ങനെയാണെന്ന് വെച്ചാൽ വിത്തിൻ 1 ഇയർ അവർ ഫിഗർ ഔട്ട് ചെയ്യും, ഓക്കെ, ദിസ് ഈസ് ദ പ്ലേസ് ദാറ്റ് ഐ വാണ്ട് ടു ലിവ് മൈ റെസ്റ്റ് ഓഫ് മൈ ലൈഫ്. എനിക്കിവിടെ ജീവിക്കാനാണ് താല്പര്യം, തിരിച്ച് നാട്ടിൽ പോകണ്ട, അപ്പോൾ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ഇവിടെ നിൽക്കാനുള്ള പരിപാടികളൊക്കെ അവർ നോക്കും, ഗ്രീൻ കാർഡിന് അപ്ലൈ ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. ആൻഡ് there is this another category, second category of people. അവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് തീരുമാനം എടുക്കാൻ പറ്റത്തില്ല, ഇവിടെ നിൽക്കണോ അത് നാട്ടിൽ പോകണം, ഇവിടെ നിൽക്കണോ നാട്ടിൽ പോകണം. ചില സമയം തോന്നും ഇവിടെ നിൽക്കണം, ചില സമയം തോന്നും നാട്ടിൽ പോകണം. അങ്ങനെ ഉള്ള ഒരു കാറ്റഗറി പെട്ട ഒരാളാണ് ഞാൻ. എനിക്ക് ഇപ്പോഴും എന്നോട് ചോദിച്ചാൽ
നാട്ടിൽ പോകാനാണോ ഇവിടെ നിൽക്കാനാണോ ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഐ വിൽ ഡെഫിനറ്റ്ലി ടെൽ എനിക്ക് നാട്ടിൽ പോകാനാണ് ഇഷ്ടം, എനിക്ക് നാട്ടിൽ നിൽക്കാനാണ് ഇഷ്ടം എന്നൊക്കെ ഞാൻ പറയും. കാരണം ഐ ഡോണ്ട് നോ, ഞാനിങ്ങനെ ചിന്തിക്കുമ്പം എൻ്റെ ജീവിതത്തിലെ ഒരു നല്ല കാലഘട്ടവും ലൈക്ക് മെജോറിറ്റി ഓഫ് മൈ ലൈഫ് ഞാൻ ജീവിച്ചിട്ടുള്ളത് നാട്ടിലാണ്. എൻ്റെ ബന്ധങ്ങളും എൻ്റെ സ്വപ്നങ്ങളും എൻ്റെ കാഴ്ചപ്പാടുകളും എല്ലാം ഉള്ളത് നാട്ടിലാണ്. അപ്പം ഒരു 4 വർഷത്തെ ഒരു ബന്ധം മാത്രമേ എനിക്ക് യുഎസുമായിട്ടുള്ളൂ. സോ ഐ ഡോണ്ട് നോ, ഇപ്പം ഒരു ദിവസം ഒരു 10 തവണയെങ്കിലും നാട്ടിൽ പോയാൽ മതിയായിരുന്നു, നാട്ടിൽ പോകണം എന്നുള്ളൊരു ചിന്തയൊക്കെ എനിക്ക് മനസ്സിൽ വരാറുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് ഇവിടെ ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല കേട്ടോ. ദിസ് ഈസ് ദ കൺട്രി ദാറ്റ് ഐ ഗീവ് 100% ഓഫ് മൈ റെസ്പെക്ട്. കാരണം ഈ ഒരു രാജ്യമാണ് എനിക്കൊരു ജോലി തന്നത്, എനിക്ക് ഇന്നത്തെ ഒരു എന്താ പറയുന്നത് ജീവിത നിലവാരവും എനിക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ടും എനിക്ക് ജോലിക്ക് വേണ്ട ഒരു റെസ്പെക്റ്റും എൻ്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ഒരു ജോലിയൊക്കെ തന്നത് ഈ ഒരു രാജ്യമാണ്. സോ ഐ 100% റെസ്പെക്ട് ദിസ് കൺട്രി. പക്ഷെ നമ്മൾ പറയത്തില്ലേ, നമ്മൾ പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞ് പോകുമ്പോഴത്തേനും നമ്മൾ നമ്മുടെ അച്ഛൻ്റെ അമ്മേനെ വിട്ട് നമ്മൾ വേറൊരു വീട്ടിൽ പോകും. പക്ഷെ നമുക്ക് എപ്പോഴും നമുക്കൊരു സ്നേഹം കൂടുതൽ എപ്പോഴും നമ്മുടെ വീടും നമ്മുടെ വീട്ടുകാരും അങ്ങനെ ആയിരിക്കുമല്ലോ. നമ്മളെന്ന് വെച്ചിട്ട് നമുക്ക് ഹസ്ബൻഡ് വീട്ടുകാരോട് ദേഷ്യമോ അവരോട് റെസ്പെക്ട് ഇല്ലാതെയോ അങ്ങനെയൊന്നുമല്ല. നമ്മൾ വളർന്ന നമ്മുടെ വീട് എന്നുള്ള ഒരു സ്നേഹം അതുപോലെ തന്നെയാണ് ഞാൻ വളർന്ന എൻ്റെ നാട് എന്നുള്ള ഒരു സ്നേഹം എപ്പോഴും ഐ ബിലോങ് ദേ എന്നുള്ള ഒരു ചിന്ത എപ്പോഴും എൻ്റെ മനസ്സിൽ വരാറുണ്ട്. അപ്പം പിന്നെ എന്തിനാ ഇവിടെ കണ്ടിന്യൂ എന്ന് ചോദിച്ചാൽ, നിങ്ങൾ അങ്ങനെ ഒരു ചോദ്യം എന്നോട് ചോദിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് തന്നെ എൻ്റെ ഉത്തരം അറിയാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഒരു ഇതിന് പറ്റിയൊരു ജോലി കിട്ടാത്തതുകൊണ്ടാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്ന പണ്ട് ഞാൻ ഒരു 4 വർഷം മുന്നേ ട്രൈ ചെയ്യുന്നതിനേക്കാളും ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട് ടു ഗെറ്റ് എ ജോബ് ദെയർ. കിട്ടുമെന്നേ എനിക്ക് തോന്നുന്നില്ല. അപ്പം പിന്നെ ഇവിടെ വന്ന് ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ആ ഒരു റെസ്പെക്റ്റും നമുക്ക് കിട്ടുന്ന ആ ഒരു നമ്മുടെ ഇതിനനുസരിച്ചുള്ള സാലറി ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ തന്നെ ഇനി ആ ഒരു രീതിയിലുള്ള ഒരു ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുമോ എന്നുള്ളൊരു ഭയങ്കര കൺഫ്യൂഷൻ എനിക്ക് ഉണ്ട് കേട്ടോ. ഞാൻ നാട്ടിൽ പറയുന്നത് മെയിൻലി ഇൻ കേരളത്തിലല്ലാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഔട്ട്സൈഡ് കേരളത്തിൽ പോയാൽ അത്യാവശ്യം നമുക്ക് ജീവിക്കാനുള്ള രീതിയിലൊക്കെ ഉള്ള സാലറിയും കാര്യങ്ങളും ഒക്കെ കിട്ടും. ബട്ട് ഇൻസൈഡ് കേരള ഐ ഡോണ്ട് നോ, സ്റ്റിൽ ഐ ഡൗട്ട്. അപ്പം ഇവിടെ നിൽക്കാനാണോ നാട്ടിൽ പോകാനാണോ ഉള്ളതെന്നുള്ളതിന് ഉത്തരം ഇതാണ്. സ്റ്റിൽ ഐ എം കൺഫ്യൂസ്ഡ്, ഇവിടെ നിൽക്കണോ നാട്ടിൽ പോകണോ എന്നുള്ളത്. അപ്പം ഇതാണ് എൻ്റെ ഒരു കുട്ടി വീഡിയോ. അപ്പം അത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ. ഇനി ഇതുപോലെയുള്ള എന്തെങ്കിലും എൻ്റെ ഇവിടുത്തെ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഒക്കെ ഉള്ള ഒരു വീഡിയോ ഒക്കെ ഞാൻ വല്ലപ്പോഴും അല്ല പറ്റുന്ന പോലൊക്കെ ചെയ്യാം. ഇനിയിപ്പോൾ ഞാൻ ഓഫീസിലോട്ട് പോകാനായിട്ട് എനിക്ക് രാവിലെ ഒരു മീറ്റിംഗ്, എല്ലാ മൺഡേസും ഐ യൂസ് ടു ഹാവ് ഇവിടെ എത്തിയപ്പോഴാണ് ഇന്ന് മീറ്റിംഗ് അവർ ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞത്. സോ ഐ ഗോട്ട് സം എക്സ്ട്രാ ടൈം, ഒരു 10-20 മിനിറ്റ് എക്സ്ട്രാ ടൈം കിട്ടി. അപ്പം ഞാൻ ഓർത്തു ഓക്കെ ഇന്നിങ്ങനെ ഒരു കുട്ടി വീഡിയോ ചെയ്യാം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അതല്ല എന്നൊരു കുട്ടി വീഡിയോ ചെയ്തത്. അപ്പോൾ പിന്നെന്താ നിങ്ങളുടെയൊക്കെ വിശേഷം എന്താണ്? നിങ്ങളൊക്കെ ഏത് നാട്ടിൽ നിന്നല്ല, നിങ്ങളൊക്കെ മലയാളികൾ തന്നെയാണ്, പക്ഷേ എങ്കിലും ലോകത്തിലെ എവിടെ സെറ്റിൽഡ് ആയിട്ടുള്ളവരാണെന്നൊക്കെ അറിയാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ US-ലാണെന്നുള്ളത്. സോ ദാറ്റ്സ് ഇറ്റ്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വല്ലപ്പോഴും ലൈക്കും കമൻറ്റും ഒക്കെ തരണം കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഒരാൾ യൂട്യൂബിൽ ഞാൻ അങ്ങനെ സാധാരണ എൻ്റെ വീഡിയോസിലൊന്നും ഒരിക്കലും ലൈക്കും കമൻറ്റും വേണമെന്നൊന്നും പറയാറില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ വല്ലപ്പോഴൊക്കെ ആരെങ്കിലുമൊക്കെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്താലേ യൂട്യൂബിൽ ഉള്ളവർക്ക് മനസ്സിലാവത്തുള്ളൂ ഇങ്ങനെ ഒരാൾ ഇങ്ങനെ വീഡിയോസൊക്കെ ഇടുന്നുണ്ടെന്നുള്ളത്. അല്ലെങ്കിൽ ആർക്കൊന്നും മനസ്സിലാകത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. അതെനിക്ക് മനസ്സിലായിട്ട് ഇപ്പം, കാരണം ഞാനിപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാനിപ്പോൾ വീഡിയോസ് റെഗുലർ ആയിട്ട് ഇടുന്നതൊന്നും പറയുന്നില്ല, പക്ഷെ എങ്കിലും ഞാൻ ഇടാറുണ്ട് കേട്ടോ. കഴിഞ്ഞൊരു ജൂൺ മോർ ദാൻ 1 year ആയിട്ട്. അപ്പം പറയത്തക്ക ഗ്രോത്തും ഇതൊന്നും എൻ്റെ ചാനലിനില്ല. അപ്പം എനിക്ക് തോന്നുന്നു ഞാനിങ്ങനെ വല്ലപ്പോഴൊക്കെ പറയണം, നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ പറ്റുവാണെങ്കിൽ ഷെയർ ചെയ്യണം എന്നൊക്കെ ഞാൻ പറയണമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഫോർ ദ ഫസ്റ്റ് ടൈം ഐ എം ടെല്ലിങ്, ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കൊക്കെ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇവിടുത്തെ യൂസിനെ കുറിച്ച് അറിയണം, എന്തെങ്കിലും ഞാൻ അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുക. ഐ വിൽ ട്രൈ ടു ഡു മൈ ബെസ്റ്റ്. സോ യു ഓൾ ടേക്ക് കെയർ. സീ യു ഓൾ വിത്ത് അനദർ വീഡിയോ. ബൈ ബൈ. അപ്പം ഞാനിനി ജോലിക്ക് കയറട്ടെ. ബൈ.